എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി ഡിസ്ചാർജായി ബാഗൊക്കെ നേഴ്സ് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ, പോകാമല്ലോ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ബ്രോക്കറും വരുന്നുണ്ട്. അന്നേരം വൈജയന്തിക്ക് ഇതെന്താ താമസിച്ച 11 മണിക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ 11:30 ആയുള്ളൂ, ഞാൻ ടാക്സി വിളിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറയും. അന്നേരം സിസ്റ്റർ ചോദിക്കും ഈ ബാഗൊക്കെ ആരാ എടുക്കുന്നത് എന്ന്. അന്നേരം ആരെടുക്കും എന്നോർത്തിങ്ങനെ ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് വൈജയന്തി. അന്നേരമാണ് കറക്റ്റ് വാതിൽ തുറന്ന് രണ്ടാങ്ങളമാരും കൂടി കയറി വരുന്നത്, ഗംഗാധരനും ശിവനും. അപ്പം ഗംഗാധരനെ കാണുന്നത് ഇരുന്നിടന്ന് ചാടി എഴുന്നേൽക്കുകയെ വൈജയന്തിയെ. എന്നിട്ട് കേട്ടൻ തന്നെയുള്ളോ, മാലതിയടുത്ത് കൂടെ വന്നില്ലേ, എന്താ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ നിന്നെ കാണാൻ എനിക്ക് വരാൻ മേലേ എന്ന് ചോദിക്കും. അപ്പം മാലതിയടുത്ത് ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന് പറയുമ്പം അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ഗംഗാധരൻ തിരിച്ചു ചോദിക്കും അതെന്താ നീ ഡിസ്ചാർജ് ആണ് എന്നറിഞ്ഞ് നിന്നെ കാണാൻ വന്നതിൻ്റെ അകത്ത് ഇത്ര പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അല്ല, സാധാരണ അങ്ങനെ വരാറില്ല, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിങ്ങ് എത്തണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പം ഞാൻ പോകാൻ വേണ്ടി റെഡിയായതാണ്, ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, ടാക്സിയും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അതൊക്കെ ശരിയാണ്, നീ ഇപ്പം എൻ്റെ വണ്ടിയെ വന്നാൽ മതി എന്ന് ഗംഗാധരൻ പറയും. അന്നേരം അവിടെ നിൽക്കുന്ന ബ്രോക്കർ അയ്യോ ഞാനതിന് ടാക്സിയൊക്കെ വിളിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് എടോ ഇത് എൻ്റെ പെങ്ങളാണ്, ഞങ്ങൾ അവളുടെ ആങ്ങളമാരാണ്, ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചോളാം, ഇപ്പം ബാഗ് എടുത്തുകൊണ്ട് വരാൻ നോക്ക് എന്ന് പറയുവാണ്. വൈജയന്തിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അവരുടെ കൂടെ പോകുമല്ലാതെ ഗംഗാധരനുള്ളതുകൊണ്ട് അങ്ങ് എതിർക്കാനൊരു ചെറിയ പേടി. ഏതായാലും ആ കൂടെ തന്നെ പോകുന്നു. അങ്ങനെ വൈജയന്തി അവരുടെ കൂടെ അവരുടെ വണ്ടിയിൽ തന്നെ കയറി പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയും നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത് എന്ന്. അന്നേരം വീട്ടിലോട്ടോ, അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ കമലയിടത്തി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമോ വൈജയന്തി. അന്നേരം ശിവൻ പറയും നിന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് കമലയുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല എന്ന്. അന്നേരം എൻ്റെ വീട്ടിലോ, എങ്ങോട്ടാണ് കൊണ്ടുവിടുന്നത്, കടപ്പോട്ടവരേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് വണ്ടി നിർത്തി ശിവേട്ട എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് അത് നടക്കുകയില്ല, നീ ഇപ്പം നിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത്, നീ എന്തിനാ വാടക വീട് എടുക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നിനക്കറിയാവോ, നിനക്ക് നിൻ്റെ മക്കളെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് നല്ല വിചാരവും ബോധവും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വാടക വീടെടുത്തത്, അവർക്ക് വേണ്ടി ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും എനിക്കറിയാം എന്ന് പറയുവാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ മക്കളെല്ലാം നിൻ്റെ കൂടെ വരുമോ എന്ന്. അന്നേരം വൈജയന്തി പറയും രോഹിത്തും ബബിതയും എൻ്റെ കൂടെ വരും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. അന്നേരം കൃഷ്ണമോളോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അച്ഛൻ്റെ മോളല്ലേ, അച്ഛൻ പറയുന്നതല്ലേ അവൾ കേൾക്കുള്ളൂ, അവൾ കൂടെ വരുവാണെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൾ അച്ഛൻ്റെ കൂടെ നിന്നോട്ടെ എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ശകലമെങ്കിലും വകതിരിവും വെളിവും ഉള്ളത് കൃഷ്ണമോളാണ്, അതുകൊണ്ടാണ് അവൾ ബാലേന്ദ്രൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന്. അന്നേരം ആയിക്കോട്ടെ, അത് ഞാൻ എതിർക്കാൻ വരുന്നില്ലല്ലോ, ഏതായാലും ആ വീട്ടിലോട്ട് ഞാൻ വരികയില്ല എന്ന് പറയുവാണ്. അന്നേരം ഗംഗാധരൻ പറയും നടക്കുകയില്ല, നീ ഇപ്പോൾ ആ വീട്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത്, നിൻ്റെ മക്കൾക്ക് നിന്നെ ആവശ്യമുള്ള സമയമാണ് ഇത് എന്ന് പറയും. അതുപോലെ ശിവനും പറയുന്നുണ്ട് നിൻ്റെ മക്കളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നിനക്കറിയാവോ, രോഹിത് അവിടുന്ന് റിലീസായി വന്നതിന് ശേഷം നിന്നെ ഒന്ന് ഫോൺ വിളിച്ചായിരുന്നോ, കാണാൻ വന്നായിരുന്നോ, ഇല്ലല്ലോ. അതുപോലെ ബബിത ഇതുവരെ കോളേജിൽ പോയിട്ടില്ല, അവൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞാൽ അവൾ കോളേജിൽ പോകാതെ പഠിത്തം നിർത്തി വീട്ടിലിരിക്കുക, ഇത് വല്ലതും നിനക്ക് അറിയണോ, ഇങ്ങനെയാണോ ഒരമ്മ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് കുറേ ഉപദേശിക്കും. വൈജയന്തിയുടെ രീതിയിലുള്ള പോയിൻറ്റ്സ് അങ്ങോട്ട് പറഞ്ഞ് വൈജയന്തിയും തർക്കിക്കുന്നുണ്ട്. ഏതായാലും വേറെ നിവൃത്തിയൊന്നുമില്ല, ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമല്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പം വേറെ നിവൃത്തിയില്ലല്ലോ, എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ചാടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ശിവൻ പറയുവാണ് നീ വാടക വീടെടുത്ത് താമസിക്കുന്നേക്കാൾ ഭേദം നീ ആശുപത്രി കിടക്കുന്ന, അതുകൊണ്ട് ചാടണോ വേണ്ടിയോ ഇത് നീ തീരുമാനിച്ചോളാൻ പറയുന്നു. നല്ല ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്, പക്ഷെ നിവൃത്തിയൊന്നുമില്ല. വണ്ടി നേരെ വന്ന് നിൽക്കുന്നത് കടപ്പാട്ടൂർ മുറ്റത്താണ്. അവിടെ വന്ന് നിർത്തി കഴിയുമ്പോൾ ഗംഗാധരൻ ഇറങ്ങിച്ചെല്ലേ എന്ന് പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടി അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാണ് വൈജയന്തി. അന്നേരം നിനക്ക് എന്താ വൈജയ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അയാളോട് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളായിരുന്നു, ആ വീട്ടിൽ അലീനെ കാണരുത് എന്ന്. അന്ന് അയാൾ എന്താ എന്നോട് പറഞ്ഞത്, ആരൊക്കെ ഇല്ലെങ്കിലും അലീനെ ആ വീട്ടിൽ കാണുമെന്ന്. അങ്ങനെയുള്ളിടത്തേക്ക് ഞാൻ കയറി ചെല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഇതിപ്പോൾ എന്നെ നാണം കെടുത്തി ഇവിടെ കൊണ്ട് വിട്ടേക്കുവാണ് എന്നൊക്കെ പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് നീ നിൻ്റെ ഈഗോ കളയുക, നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക,
അവരുടെ ഭാവിയെക്കുറിച്ച് നീ ഓർത്താൽ മതി, അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലേ എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ല. ലാസ്റ്റ് നിവൃത്തി കെട്ട് ഇറങ്ങുന്നത് പോലെ അങ്ങ് ഇറങ്ങുവാണ്. ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ വൈജയന്തിക്ക്. പയ്യെ ഇറങ്ങി പയ്യല്ലേ നടക്കത്തുള്ളൂ. പയ്യെ നടന്ന് അവിടെ ഫ്രണ്ട് വശത്ത് തിണ്ണയുടെ വരാന്തയുടെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണേ. അന്നേക്കും ശിവൻ വന്നിട്ട് ഗംഗാധരനോട് പറയും, ഇനിയിപ്പം ആ ബാലേന്ദ്രനെ കാണണ്ടേ, ഇനി അയാളുടെ വായിലിരിക്കുന്നത് കൂടി കേൾക്കണം എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കും, അതെന്തിനാ അയാൾ നമ്മളെ ചീത്ത പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാളുടെ ഭാര്യേനെയല്ലേ നമ്മളിവിടെ കൊണ്ടുവിട്ടേക്കുന്നത്, പിന്നെ നമ്മളോട് നന്ദിയല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നന്ദിയോ? അയാളെ ധിക്കരിച്ച് അയാളെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിപ്പോയ ഭാര്യയാണ്. അതുപോലെ അയാളെ ശത്രുവായി കാണുകയും അയാൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയും ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടേക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും ഉണ്ടാകുമെന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയാളായി, അയാളുടെ ഭാര്യയായി, കുടുംബമായി, എന്താണെന്ന് വെച്ചാൽ അയാൾ തീരുമാനിച്ചോട്ടെ, നമ്മളിവിടെ കൊണ്ടുവിട്ടു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. ഏതായാലും ബാഗും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാന്തയിൽ വെച്ചിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട് വൈജയന്തിയോട്, ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടത് എന്ന്. അന്നേരം അത് മുറിയിൽ കൊണ്ട് വെക്കണം, ഏതായാലും വെയിറ്റ് എടുത്തുകൊണ്ട് കയറിപ്പോയി എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ഏതായാലും ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, വേണ്ട, ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചോളാം എന്ന് പറയും. അന്നേരം ഇത്രയും നിനക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടിയില്ലേ, ഇതുകൂടെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതെടുത്ത് കുറച്ചുകൂടെ കയറ്റി വെച്ചിട്ട് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് നിൽക്കുവാണ്. അന്നേരം വൈജയന്തിക്ക് ഉള്ളിലോട്ട് കയറാനൊരു ബുദ്ധിമുട്ട്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, എന്താ നിനക്ക് അകത്തോട്ട് കയറാൻ പ്ലാൻ ഇല്ലേ എന്ന്. അന്നേരം കയറാം എന്ന് പറഞ്ഞാൽ പയ്യെ പിടിച്ച് കയറി അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണേ. അപ്പോഴത്തേക്കും കോളിംഗ് ബെല്ല് അടിച്ചായിരുന്നല്ലോ, അലീന വന്ന് ഡോറ് തുറക്കുന്ന അലീന നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നു. ഹായ് അലീന എന്ന് ഗംഗാധരൻ പറയുന്നു. അന്നേരം കയറി വാങ്ങളേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് വൈജയന്തി പുറത്തിരിക്കുന്നത് അലീന കാണുന്നത്. അലീന ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നതും കട്ടക്കലിപ്പിലാട്ടോ വൈജയന്തി ഇരിക്കുന്നത്. എന്നിട്ട് പയ്യെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചെഴുന്നേക്കാൻ നോക്കുമ്പോൾ ഒന്ന് വേച്ച് പോകുന്ന പോലെ അങ്ങ് വരും വൈജയന്തിയെ. അന്നേരം അങ്ങനെയൊക്കെ പിടിക്കണോ വേണ്ടിയോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് അലീനയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തി ഇങ്ങനെ കട്ടക്കലിപ്പിൽ അലീനയെ നോക്കുക. അന്നേരം അലീന അവിടെ അങ്ങ് നിൽക്കും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അത്യാവശ്യം തന്നെ നടക്കാറായി, അത് തന്നെ നടന്നങ്ങ് ശീലിക്കുന്നതാണ് നല്ലത് എന്ന്. ഏതായാലും അകത്തോട്ട് കയറി വരുമ്പോഴും അങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അലീനെ. അകത്തോട്ട് കയറി നിന്ന് കഴിയുമ്പം ഗംഗാധരൻ ചോദിക്കും, ബാലേന്ദ്രൻ എന്ത് ചെയ്യുന്നത്? അന്നേരം അച്ഛൻ മുകളിലുണ്ട് എന്ന് പറയുമ്പം, ഇനി ഞങ്ങൾ അയാളെ കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ഗംഗാധരൻ പറയുന്നു. അന്നേരം നിങ്ങൾക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്, ചായ വേണോ തണുത്ത ജ്യൂസ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, തണുത്ത് തന്നെ മതി, ഏതായാലും അവിടെ പോയി ബാലേന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ ആ ഒരു അവസ്ഥയിലാകും, അതുകൊണ്ട് തണുത്ത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ മുകളിലോട്ട് കയറി പോവുകയാണ്. അന്നേരം വൈജയന്തി അവിടെ ആ സ്റ്റെയർ കേസിൻ്റെ ക്രാസിൽ തന്നെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അന്നേരം അലീന വന്നിട്ട്, മാഡം ബാഗ് എടുത്ത് അകത്തേക്ക് വെക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അന്നേരം നോക്കി ദഹിപ്പിക്കും. അലീനയുടെ വഴിക്ക് പോകും. വൈജയന്തി പയ്യെ റൂമിലോട്ട് വന്ന് കയറുവാണ്. റൂമിൻ്റെ വാതിൽ തുറക്കുന്നതേ വൈജയന്തിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോകും. കാരണം തൊഴുത്ത് കിടക്കുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് റൂം കിടക്കുന്നത്. കട്ടിലേ നിറച്ച് ഇട്ട ഡ്രസ്സും പുതപ്പ് സഹിതം എല്ലാ സാധനങ്ങളും നിരന്ന് കിടക്കുന്നു. മാറിയിട്ട ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്ന ഒരു കസേരക്കിടെ കിടക്കുന്നു. ബുക്ക്, പേന തുടങ്ങിയ സാധനങ്ങളെല്ലാം ടേബിളിൽ നിരന്ന് കിടക്കുന്നു. ശരിക്കും ഒരു ആക്രി റൂം കിടക്കുന്ന പോലെ കിടക്കുവാണ്. ഇത് കാണുന്ന വൈജയന്തിക്ക് ദേഷ്യം വരുവേ. അന്നേരം അമ്മയോ ഇവിടെയോ അന്ന് അല്ലടി ഞാൻ ഇങ്ങോട്ട് വരികയാണെന്നാണോ നീ കരുതിയത് എന്ന് ചോദിക്കും. എന്നിട്ട് ഇത് എന്നതാടി ഈ റൂം ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നതാ അമ്മേ, ഇത് അമ്മയുടെ റൂമല്ലായിരുന്നോ, അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറി ഒന്ന് കിടന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, കിടന്നുവെന്നോ, ഈ റൂം ഇങ്ങനെയായിരുന്നോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്, ഇത് എന്നതാ ഇത്, 2 പോത്തിനെയും പശുവിനെയും കൂടെ മേടിച്ച് കിട്ടുമായിരുന്നെങ്കിൽ തൊഴുത്താണെന്നെങ്കിലും പറയായിരുന്നു, ഇങ്ങനെയാണ് ഒരു റൂം നോക്കണ്ടേ, നിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇടാനുള്ള സ്ഥലമാണോടി കട്ടിലിൻ്റെ ക്രാസി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാനിപ്പോഴത്തേക്ക് മാറ്റിക്കോളാം എന്ന് പറയാം. എന്നിട്ട് ചുറ്റും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക റൂം, ആ മാതിരി കുളമാക്കിയിട്ടേക്കുക. അത് കഴിഞ്ഞ് ബാത്റൂം ഒന്ന് തുറക്കാൻ പോകുമ്പം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ഒളിമ്പിക്സിൽ ഓടി മെഡലൊക്കെ മേടിച്ചുകൊണ്ട് വന്നതല്ലേ, അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഉളുക്കി, അതുകൊണ്ടായെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാത്റൂം തുറന്നു കഴിയുമ്പോഴേക്കും ഉള്ള വെളിവോട് പോവും. ആ അവസ്ഥയിലാണ് ബാത്റൂം കിടക്കുന്നത്. ഇതെന്നതാടി മുനിസിപ്പാലിറ്റി കക്കൂസ് പോലും ഇങ്ങനെ കിടക്കുകയല്ലോ എന്നിങ്ങനെ പറയുമ്പം ബബിത, ഓ വന്നതേ തുടങ്ങി, ഇതെന്നതാ അമ്മ ഇങ്ങോട്ട് വരുമെന്ന് വിളിച്ച് പറയാൻ മേലായിരുന്നോ, ഞാൻ വൃത്തിയാക്കി ഇടിയല്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയാണോ വൃത്തിയാക്കി ഇടേണ്ടത് എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതൊന്നുമല്ല,
ഞാൻ വാടക വീടെടുത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ എന്നോടും പറഞ്ഞത്, എന്നിട്ട് എന്താ അതങ്ങ് മാറ്റിയത് എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടൻ വന്ന് വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഗംഗേട്ടനായതുകൊണ്ട് എനിക്കങ്ങ് എതിർക്കാനും പറ്റിയില്ല. ഏതായാലും എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല അവർക്ക്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക തന്നെ ചെയ്യും. ഗംഗേട്ടന് ഈ വീടിൻ്റെ പുറത്ത് കാവൽ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും അവർ രണ്ടുപേരും പോയി കഴിയുമ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. അങ്ങനെ ആരെയും പേടിച്ച് ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ ആർക്കും തോൽപ്പിക്കാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ബബിത ചിരിച്ചിട്ട് കസേരയിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അമ്മ ഇനി എവിടെയാണ് തോക്കാനുള്ളത്? ഇനി എവിടെയെങ്കിലും തോക്കാനുണ്ടോ? എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. എന്നിട്ട് എടി ഇവിടെ ഇരിക്കാതെ എൻ്റെ ബാഗൊക്കെ പുറത്തിരിപ്പുണ്ട്, പോയി ഇങ്ങ് എടുത്തുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. അന്നേരം നിന്നോട് എടുത്തുകൊണ്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നേക്കും ഈ അമ്മ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പുറത്തേക്ക് പോകുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് കയറി ചെല്ലുന്ന ശിവനെയും ഗംഗാധരനെയാണ്. റൂമിൽ തട്ടി വിളിക്കുന്നു. അന്നേരം ബാത്റൂമിലായിരുന്നു ബാലേന്ദ്രൻ. ഇറങ്ങി വന്നത് വാതിലങ്ങ് തുറന്നിട്ട് രണ്ട് മൂത്ത ആങ്ങളമാരും ഉണ്ടല്ലോ, എന്താ ഇങ്ങോട്ട് പോകുന്നത്? പെങ്ങൾ പ്രസവിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗംഗാധരൻ, ഇതെന്താ ബാലേന്ദ്ര, വീട്ടിലോട്ട് വരുന്ന അതിഥികളോട് ഈ രീതിയിലാണോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ, അയ്യോ നിങ്ങൾ എൻ്റെ അതിഥികളല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ട അളിയന്മാരല്ലേ, കയറി വാ എന്ന് പറയും. ഏതായാലും റൂമിലോട്ട് കയറി കഴിയുമ്പോൾ ഇതെന്താ ബാലേന്ദ്ര നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുറേ നാൾ കൂടി കാണുന്നവരോട് ഒരു ഭംഗി വാക്ക് പറയുക എന്നുള്ളതല്ലേ സാധാരണ രീതി, അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഭംഗി വാക്കുകൾ പറയുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചെയ്തിട്ടുണ്ട് എന്ന് ശിവൻ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ വിഡ്ഢിയാക്കുവാണ്, എന്നെ കുരങ്ങ് കളിപ്പിക്കുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് നിൽക്കുന്ന ബാലേന്ദ്രന് അങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞ് അഭിനയിക്കാൻ അറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ അഭിനയം അത്രയ്ക്ക് അങ്ങോട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബാലേന്ദ്രനെയും അത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ നിൽക്കുന്ന ശിവനെയും ഗംഗാധരനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വൈജേന്ദ്രൻ അടുത്തോട്ട് ഇരുന്ന അലീനെ കാണിക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ അലീന ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചേക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ വൈജയന്തി സംസാരിക്കുന്നു. അന്നേരം ചായ വേണമെങ്കിൽ വേണ്ട, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് അലീന. അന്നേരം അവിടെ നിന്നിങ്ങനെ പുറകുറുക്കുവാണ്, ഒരു കുടുംബം നശിപ്പിച്ചവള് പിശാച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക. അന്നേരം അലീന തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, കുടുംബം നശിപ്പിച്ചത് ആരാണ് എന്ന് അറിയണമെങ്കിൽ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ആത്മപരിശോധന നടത്തിയ കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് സ്വയം ഒന്ന് കാണുന്നത് നല്ലതാണ്. അങ്ങനെ കാണണമെങ്കിൽ നിലക്കണ്ണാടി വെച്ച് കാണണമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് പോവുകയാണ്. ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. അതിനിടയ്ക്ക് ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.